വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2025 ഏപ്രിൽ 28 നടത്തിയ RRB ഫാർമസിസ്റ്റ് എക്സാംസിലെ സെക്കൻഡ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഫാർമസി ക്വസ്റ്റ്യൻസ് 70 ഫാർമസി ക്വസ്റ്റ്യൻസും 30 നോൺ ഫാർമ ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഫാർമ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the child proof packing must meet the performance specification outlined in. അതായത് ചൈൽഡ് പ്രൂഫ് പാക്കിംഗ് എന്താണെന്ന് അറിയാം അല്ലെ നമുക്ക്. ചൈൽഡ് പ്രൂഫ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോയിസണസ് സബ്സ്റ്റൻസ് ഒക്കെ പാക്ക് ചെയ്യുന്ന ടൈമിൽ അത് നമുക്ക് ചിൽഡ്രൻസിന് പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ അഡൾട്ടിന് ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ പാക്ക് ചെയ്യണോ എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പം ആ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത് ഇതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, GMP ഷെഡ്യൂൾസ്, CFR. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, CFR. അതായത് കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻസിലെ 16 CFR പാർട്ട് 1700 നമ്മൾ ഇതിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ കൂടെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഈ ഒരു പാക്കേജിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഒരു 15 ചിൽഡ്രൻസിനും ഒരു 50 സീനിയർ സിറ്റിസൺസിനും ഒരേ സമയത്ത് ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ദെൻ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റേഷൻ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത് CFR-ലാണ്. കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻ പാർട്ടും കൂടെ ഓർത്തിരിക്കുക, 1700 ആണ് വരുന്നത്. Next question, the phase 2 of equipment validation refers to. അതായത് എക്യുപ്മെന്റ് വാലിഡേഷൻ 3 ഫേസ് വരുന്നുണ്ട്. phase 1, phase 2, phase 3. ഇതിൽ phase 2 ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വാലിഡേഷൻ മെയിൻ്റനൻസ് ഫേസ്, പ്രോസസ് വാലിഡേഷൻ ഫേസ്, പ്രീ വാലിഡേഷൻ ഫേസ്, ഡിസൈൻ ക്വാളിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ phase 1 ആണ് പ്രീ വാലിഡേഷൻ ഫേസ്. പ്രീ വാലിഡേഷൻ ഫേസ് ആണ് phase 1. Then process validation phase ആണ് phase 2. ഓപ്ഷൻ B വരും അപ്പം കറക്റ്റ് ആൻസർ. ആൻഡ് ഫൈനലി phase 3 ആണ് വാലിഡേഷൻ മെയിൻ്റനൻസ് ഫേസ്. ഇങ്ങനെയാണ് 3 ഫേസ് വരുന്നത്. എക്യുപ്മെന്റ് വാലിഡേഷൻ ഫസ്റ്റ്, പ്രീ വാലിഡേഷൻ ഫേസ്, ഇനി ഇതിന്റെ അതർ നെയിം ആണ് ക്വാളിഫിക്കേഷൻ ഫേസ്. ദെൻ phase 2 പ്രോസസ് വാലിഡേഷൻ ആൻഡ് അതർ നെയിം പ്രോസസ് ക്വാളിഫിക്കേഷൻ ഫേസ് എന്നും ഇതിന് നെയിം ഉണ്ട്. ഇനി phase 3 ആണ് വാലിഡേഷൻ മെയിൻ്റനൻസ് ഫേസ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ASUD ടാബ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ASUD ടാബ്? അതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആയുർവേദ, സിദ്ധ, യുനാനി ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ASUD ടാബ് which stands for ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്. എന്താണ് ASUD ടാബ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. എന്തിനെ കുറിച്ചുള്ളതാണ്? ദ മാറ്റേഴ്സ് വിച്ച് ഈസ് റെഗുലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് ASU ഡ്രഗ്സ്. അതായത് ആയുർവേദ, സിദ്ധ, യുനാനി ഡ്രഗ്സിന്റെ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി എൻഷുർ ചെയ്യാനും അതിനെക്കുറിച്ച് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അഡ്വൈസ് കൊടുക്കാനും കൂടെ വേണ്ടി വന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ് ASUD ടാബ്. അത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 അണ്ടറിൽ തന്നെയാണ്. The next question, a combination of aspirin and paracetamol is said to have. ആസ്പിരിനും പാരസിറ്റമോളും വരുന്ന കോമ്പിനേഷൻ പറയുന്നത് പേരുണ്ട്. അന്തഗോണിസ്റ്റിക് എഫക്ട്, അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ, ഫങ്ഷണൽ അന്തഗോണിസം, സുപ്രാ അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ. ഏതായിരിക്കും വരുന്നത്? ആൻസർ വരുന്നത് അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ ആണ് ആസ്പിരിനും പാരസിറ്റമോളും കൂടെയുള്ള കോമ്പിനേഷൻസ്. ആസ്പിരിൻ നമുക്കറിയാം എന്താണ്, ഒരു COX-2 ഇൻഹിബിറ്റർ ആണ് അല്ലെ. ഇറിവേഴ്സിബിളി ആണ് COX-2നെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സിന്തസിസിനെ ഇവ ഇൻഹിബിറ്റ് ചെയ്യും. പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴി നമുക്ക് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ട്. പാരസിറ്റമോൾ ആണെങ്കിൽ സെൻട്രൽ സിസ്റ്റത്തിൽ പെയിൻ സ്റ്റിമുലേറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം രണ്ടും പെയിൻ റിലേഷൻ അല്ലെങ്കിൽ പെയിൻ ബ്ലോക്കിംഗ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഇൻഡിവിജ്വൽ ഡ്രഗിനേക്കാളും കൂടുതൽ എന്ത് കിട്ടുന്നു, നമുക്ക് ആ ഒരു എഫക്റ്റും കിട്ടുന്നു.
Okay, aspirin and paracetamol work synergistically to reduce pain and fever. Aspirin എന്ന് പറഞ്ഞാൽ ഒരു NSAID ആണ്. ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ പാരസിറ്റമോൾ പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ സുപ്ര അഡിക്റ്റിവിറ്റി ഡ്രഗ്സുകൾക്ക് എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. NSAID and opioids, opioids and alpha-2 agonist, opioids and local anesthetics, opioid and dissociative anesthetics. നമ്മൾ പറഞ്ഞു ഇത് അഡിക്റ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് ആസ്പിരിന്റെയും പാരസിറ്റമോളിന്റെയും കൂടെയുള്ള ആ ഒരു എഫക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ എഫക്റ്റ് കിട്ടുന്നത്. ഇനി സുപ്ര അഡിക്റ്റീവിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡ്രഗിന്റെ എഫക്റ്റിനെക്കാളിലും കൂടുതലായിരിക്കും കോമ്പിനേഷൻ വരുമ്പോൾ. അതാണ് സുപ്ര അഡിക്റ്റീവ്. സുപ്ര അഡിക്റ്റീവിന് എക്സാമ്പിൾ ആണ് ഒപ്പിയോയിഡ്സും ആൽഫ-2 അഗോണിസ്റ്റും തമ്മിലുള്ള കോമ്പിനേഷൻ, അതുപോലെ NSAIDയും ഒപ്പിയോയിഡ്സും കൂടെ ഉള്ള കോമ്പിനേഷൻസ്, ഒപ്പിയോയിഡും ലോക്കൽ അനസ്തെറ്റിക്സും ഒപ്പിയോയിഡും ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സും. നമ്മൾ പറഞ്ഞ ആസ്പിരിനും പാരസിറ്റമോളും ഒരു സൈനർജിറ്റിക് ഡ്രഗ് ആണ്, അതായത് അഡിറ്റീവ് ആക്ഷൻ ആണ്. The next question, which of the following governing body is constituted every 5 years by the central government? ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഗവേണിംഗ് ബോഡിയിൽ 5 വർഷം കൂടുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഗവേണിംഗ് ബോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന സ്റ്റേറ്റ് ട്രൈബ്യൂണൽസ്. സ്റ്റേറ്റ് ട്രൈബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ നമ്മുടെ ഫാർമസി രജിസ്ട്രേഷൻ ഇനിഷ്യലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 പീപ്പിൾസിനെ കൂടി ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് സ്റ്റേറ്റ് ട്രൈബ്യൂണൽസ്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എടുത്താൽ ഇതും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 5 ഇയേഴ്സ് കൂടുമ്പോഴാണ്, പക്ഷെ വിച്ച് ഈസ് അണ്ടർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇനി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എടുത്താൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 5 ഇയേഴ്സ് കൂടുമ്പോഴാണ്, വിച്ച് ഈസ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. സോ നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലാസ് വെയർ ആൻഡ് മെറ്റൽ വെയർ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ത്രൂ. നമ്മുടെ ഗ്ലാസ് വെയേഴ്സ്, മെറ്റൽ വെയേഴ്സ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻസ്. ഗ്ലാസ് വെയേഴ്സും മെറ്റൽ വെയേഴ്സും ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. ഹോട്ട് എയർ ഓവൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അല്ലെ? ദെൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മറ്റ് യൂസസ് പറഞ്ഞാൽ പെട്രോളിയം ജെല്ലി, ഗ്രീസ്, മിനറൽ ഓയിൽസ്, വാക്സസ്, ടാൽക്കം പൗഡർ, ഗ്ലാസസ് ഇവയൊക്കെയാണ് നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മോസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ ആംബ്യൂൾ കണ്ടെയ്നിങ് സൊല്യൂഷൻസ്, കൾച്ചറിങ് മീഡിയ ഒക്കെയാണ് വരുന്നത്. ആൻഡ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ സിറിഞ്ചസ്, ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, അതുപോലെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏജൻസ് ആണ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചൈൽഡ് പ്രൂഫ് പാക്കിംഗ് ഈസ് റെഗുലേറ്റഡ് ത്രൂ. നമ്മൾ നേരത്തെ ചൈൽഡ് പ്രൂഫ് പാക്കിങ്ങിന്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത് CFR-ലാണെന്ന് പറഞ്ഞു, അല്ലെ? കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷനിലാണെന്ന് പറഞ്ഞു. അതുപോലെ അത് നിലവിൽ വന്നത് പോയിസൺ പ്രിവെൻഷൻ പാക്കേജിംഗ് ആക്ടിന്റെ അണ്ടറിലാണ് അത് നിലവിൽ വന്നത്. ഓക്കെ, PPP ആക്ട്, അതായത് പോയിസൺ പ്രിവെൻഷൻ പാക്കേജിംഗ് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് വന്നത്. എന്താണ് PP ആക്ടിൽ എയിം ചെയ്യുന്നത്? ടു പ്രിവെന്റ് ദ ആക്സിഡന്റൽ പോയിസണിംഗ് ഓഫ് ചിൽഡ്രൻ ബൈ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഓപ്പൺ ആൻഡ് അസസ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. കുട്ടികൾ ആ ഒരു പാക്കേജ് തുറക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, അങ്ങനെ ഒരു ആക്സിഡന്റൽ പോയിസണിങ് അവോയ്ഡ് ചെയ്യുക. അതായിരുന്നു PP ആക്ടിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ഇത് നിലവിൽ വന്ന ഇയറും കൂടെ ഓർത്തിരിക്കുക. 1970-ലാണ് ഇത് ഇനാക്ട് ചെയ്ത ഇയർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഈസ് എ പാർട്ട് ഓഫ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അതായത് GMP എന്തിന്റെ പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, മൾട്ടി ഡിസിപ്ലിനറി ഗൈഡ് ലൈൻസ്, സേഫ്റ്റി ഗൈഡ് ലൈൻസ്, എഫിക്കസി ഗൈഡ് ലൈൻസ്. ആൻസർ വരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ, അതായത് QMSന്റെയും അതുപോലെ തന്നെ QAയുടെയും ക്വാളിറ്റി അഷുറൻസിന്റെയും ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. എന്താണ് GMP എന്ന് പറഞ്ഞാൽ? വിച്ച് ഈസ് എ സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഡിസൈൻഡ് ടു എൻഷുർ ദാറ്റ് the products are consistently produced and controlled according to the quality standards. നമ്മുടെ ആ ഒരു പ്രോഡക്ട്സിന്
പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ്ലി ആണ്, അതുപോലെ തന്നെ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കൊണ്ടുവന്ന സെറ്റ് ഓഫ് റെഗുലേഷൻസ് ആണ് GMP. അതുപോലെ QMSന്റെയും QAയുടെയും ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞു. QA നമ്മുടെ പ്രോഡക്ട്സ്, സർവീസ് ഇവയുടെയൊക്കെ മാനേജിങ്ങിനും ഇംപ്രൂവിങ്ങിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ് മീറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് അതിന് വേണ്ടിയിട്ടാണ് എഫേർട്ട് എടുക്കുന്നത് QA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂട്ടറാൾഡിഹൈഡ് ഈസ് യൂസ്ഡ് ആസ്. ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? സർഫസ് ഡിസിൻഫെക്ടന്റ്, ആന്റിബയോട്ടിക്സ്, ഫംഗിസൈഡ്, ആന്റിസെപ്റ്റിക്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സർഫസ് ഡിസിൻഫെക്ടന്റ് ആയിട്ടാണ് ഗ്ലൂട്ടറാൾഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഡിസിൻഫെക്ടന്റ് ആണ്. അത് നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള എൻഡോസ്കോപ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ സർഫസ് ഡിസിൻഫെക്ടന്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. Then moving to the next question, which material is preferred for parenteral drug packaging due to chemical inertness? താഴെ പറയുന്നതിൽ ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് പേരന്റൽ ഡ്രഗ്സ് പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അലൂമിനിയം ഫോയിൽ, പോളി എത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതായത് ടൈപ്പ് 1 ഗ്ലാസ് എന്ന് പറയപ്പെടുന്ന ബോറോ സിലിക്കേറ്റ് ഗ്ലാസുകൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള പേരന്റൽ സൊല്യൂഷൻസും സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഗ്ലാസ് ടൈപ്പിന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അസിഡിക്, ന്യൂട്രൽ, ഈവൻ ആൽക്കലൈൻ പ്രിപ്പറേഷൻസ് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ഹൈ ഹൈഡ്രോലൈറ്റിക് റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസിന്റെ ആൽക്കലിനിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബോറിക് ഓക്സൈഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോറോസിലിക്കേറ്റഡ് ഗ്ലാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് ബേസ് കറ്റാലിസിസ് ഇൻവോൾവ്സ്. ആസിഡ് ബേസ് കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ ആസിഡ് ബേസ് റിയാക്ഷൻസിൽ എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? ദ ഡൊണേഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺ ബൈ ദ കാറ്റലിസ്റ്റ്. ഡൊണേഷൻ ഓർ അക്സെപ്ഷൻ ഓഫ് ദ പ്രോട്ടോൺസ് ആണോ? ദ ഫോർമേഷൻ ഓഫ് ദ കോവാലന്റ് ബോണ്ട് ആണോ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണോ? അതോ യൂസ് ഓഫ് മെറ്റൽ അയോൺ കാറ്റലിസ്റ്റ് ആണോ ആസിഡ് ബേസ് കറ്റാലിസിസ് എന്ന് വരുന്നത്? നമ്മൾ ആസിഡ് ബേസ് കറ്റാലിസിസിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഡൊണേഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലേ. ഇൻ ആസിഡ് ബേസ് കറ്റാലിസിസ് ഇറ്റ് സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ ഓർ അക്സെപ്റ്റിംഗ് എ പ്രോട്ടോൺ ഫ്രം ദ റിയാക്ടന്റ് മോളിക്യൂൾ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഇനി കോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ ആണെങ്കിൽ കോവാലന്റ് കാറ്റാലിസിസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തുന്നത് റിഡോക്സ് റിയാക്ഷൻസിലാണ്. മെറ്റൽ അയോൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽ അയോൺ കറ്റാലിസിസിലാണ്. ഓക്കെ, the next question, meiosis results in the number of cells are formed. നമ്മൾ സെൽ ഡിവിഷൻ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ പറയുന്നുണ്ട്, മിയോസിസും അതുപോലെ തന്നെ മൈറ്റോസിസും. ഇതിൽ മിയോസിസിൽ ലാസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നമ്പർ ഓഫ് സെൽസ് ആണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4, 16, 2, 32. ഈ പറയുന്ന മിയോസിസിന്റെ മെയിൻ ഹെൽപ്പ് എന്താണ്? മിയോസിസ് നമുക്ക് ഗാമേറ്റ്സ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഡിവിഷൻ ആണ്. ഗാമേറ്റ്സ് ഫോർമേഷൻ ആണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുവഴിയാണ് നമുക്ക് സ്പേമും അതുപോലെ എഗ്ഗും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മിയോസിസ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രോമസോം നമ്പർ കറക്റ്റ് ഹാഫ് ആകണം, അതായത് ഹാപ്ലോയിഡ് ആവണം അല്ലെ. 46 ക്രോമസോം ആണ് ഹ്യൂമൻസിൽ ഉള്ളെങ്കിൽ മിയോസിസ് കഴിഞ്ഞ് കിട്ടുന്ന ഗാമേറ്റ്സിന് 23 ക്രോമസോംസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പം ഒരു മിയോസിസ് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. മിയോസിസ് 1ഉം കഴിയും, അതുപോലെ മിയോസിസ് 2ഉം ഉണ്ട്. ഈ മിയോസിസ് 2 കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സെൽസിന്റെ എണ്ണം 4 ആണ് വരുന്നത്. ഓപ്ഷൻ 1 വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ക്രോമസോം നമ്പർ റിഡക്ഷൻ അതുപോലെ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ് ഇതിന്റെ യൂസ്. പിന്നെ വേരിയേഷൻ ത്രൂ ക്രോസിംഗ് ഓവർ, അതായത് നമ്മുടെ ഒരു ക്രോമസോം നമ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മിയോസിസ് ഡിവിഷൻ ആണ്. The next question, which interaction reduces the efficacy of the boric acid? Boric acid, we all know that boric acid is a weak acid. സോ ഈ ഒരു വീക്ക് ആസിഡിന്റെ എഫിക്കസി കുറയാനായിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഈ ബോറിക് ആസിഡിന്റെ എഫിക്കസി എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ അസിഡിക് നേച്ചർ കൊണ്ടിട്ടാണ് ഇതിന് എന്ത് കിട്ടുന്നത്, ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ടു വർക്ക് ഉള്ളത്. സോ ഇതിന്റെ എഫിക്കസി കുറയാൻ നമ്മൾ ഇതിൽ ഏത് ഇന്ററാക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോറേജ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, എക്സ്പോഷർ ടു സൺലൈറ്റ്,
മിക്സിംഗ് വിത്ത് ആൽക്കലൈൻ സൊല്യൂഷൻ, കോമ്പിനേഷൻ വിത്ത് ആന്റിബയോട്ടിക്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മിക്സിംഗ് വിത്ത് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. ഒരു ആൽക്കലൈൻ സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അസിഡിറ്റി താഴെ പോവുകയും അങ്ങനെ ഇതിന്റെ എഫിക്കസി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ബോറിക് ആസിഡിന്റെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലിസറിൻ അല്ലെ. എന്തിനാണ് ബോറിക് ആസിഡിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ഇറ്റ്സ് അസിഡിക് നേച്ചർ. നമ്മുടെ ബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ അസിഡിക് നേച്ചർ കൂട്ടി ഒരു സ്ട്രോങ് ആസിഡ് ആക്കി മാറ്റാനാണ് നമ്മൾ ഗ്ലിസറിൻ നോർമലി യൂസ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചത് എഫിക്കസി കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് മിക്സിംഗ് വിത്ത് ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ. The next question, validation of chemical sterilization cycles include measuring. അപ്പോൾ കെമിക്കൽ സ്റ്റെറിലൈസേഷന്റെ വാലിഡേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ എന്ത് വരുന്നില്ല, ടെമ്പറേച്ചറിന്റെ യൂസ് വരുന്നില്ല. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 നോക്കിക്കേ, ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ കളർ ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് അവിടെ കളർ ചേഞ്ചസ് ഒന്നും കാണിക്കുന്നില്ല. pH ഓഫ് ദ സൊല്യൂഷൻ, അതുപോലെ pHയിലുള്ള മാറ്റങ്ങളും ഇല്ല. ദ കോണ്ടാക്ട് ടൈം ആൻഡ് ദ കോൺസെൻട്രേഷൻ, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഒരു കെമിക്കൽ സ്റ്റെറിലൈസേഷൻ നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു എന്താണ് കെമിക്കൽ ഡിസിൻഫെക്റ്റന്റ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടാക്ട് ടൈമും അതിന്റെ കോൺസെൻട്രേഷനും മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ കെമിക്കൽ സ്റ്റെറിലൈസേഷനെ അവിടെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആപ്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു കോണ്ടാക്ട് ടൈമും കോൺസെൻട്രേഷനും മെഷർ ചെയ്യുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർട്ടിലേജിനസ് ഫ്രെയിംവർക്ക് ഓഫ് എക്സ്റ്റേണൽ നോസ് ഈസ് മേഡ് അപ്പ് ഓഫ്. നമ്മുടെ എക്സ്റ്റേണൽ നോസിൽ വരുന്ന കാർട്ടിലേജിനസ് ഫ്രെയിംവർക്ക് എന്തുകൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കോൺകേവ് ബോൺ, സുപ്പീരിയർ നേസൽ കോൺക, ഹയാലിൻ കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അതായത് ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ നോസ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്രിക്കോയിഡ് കാർട്ടിലേജ് വരുന്നത് നമ്മുടെ ലാരിക്സ് പാർട്ടിലാണ് ക്രിക്കോയിഡ് കാർട്ടിലേജ് വരുന്നത്. അതുപോലെ തന്നെ കോൺകേവ് ബോൺസ്, സുപ്പീരിയർ നേസൽ കോൺകേവ് എന്നൊക്കെ പറഞ്ഞാൽ നേസൽ ക്യാവിറ്റിയുടെ ഇന്റേണൽ സ്ട്രക്ചറിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് കോൺകേവ് ബോണും സുപ്പീരിയർ നേസൽ കോൺകേവ്. നമ്മളോട് ചോദിച്ചത് എക്സ്റ്റേണൽ നോസ് ആയിരുന്നു. എക്സ്റ്റേണൽ നോസ് എന്ന് പറഞ്ഞാൽ ഹയാലിൻ കാർട്ടിലേജ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ആർ. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫിനോളിക് ഡെറിവേറ്റീവ്സ് ആണോ, ബൈഗ്വാനേറ്റ്സ് ആണോ, കാറ്റയോണിക് സർഫാക്ടൻസ് ആണോ, ആനിയോണിക് സർഫാക്ടൻസ് ആണോ? ഏതാണ് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് വിച്ച് ഈസ് എ സർഫാക്ടന്റ് ആൻഡ് ഓൾസോ എ കാറ്റയോണിക് സർഫാക്ടൻസ് ആണ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറഞ്ഞാൽ സിട്രമോണോ ബ്രോമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, സ്റ്റിയറാൽക്കോണിയം ക്ലോറൈഡ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഫിനോളിക് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ നോക്കിക്കേ, കാറ്റക്കോള്, റിസോസിനോള്, ക്രിസോള്, ക്ലോറോഫിനോള്, ടൈട്രോഫിനോള്, ഫിനോക്സി ഹെർബിസൈഡ്സ് ഒക്കെയാണ് ഫിനോളിക് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ. ബൈഗ്വാനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയബറ്റീസിന് യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മെറ്റ്ഫോമിൻ. ഇനി ആനിയോണിക് സർഫാക്ടന്റിന് എക്സാമ്പിൾ ആണ് SLS, അതായത് സോഡിയം ലോറൈൽ സൾഫേറ്റ്, അമോണിയം ലോറൈൽ സൾഫേറ്റ് പോലുള്ള ഡ്രഗ്സുകൾ. The next question, how does the inspiratory flow rate affect drug deposition in dry powder inhalers? നമുക്കറിയാം ഇൻഹേലേഴ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേസൽ ക്യാവിറ്റി വഴി ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ലങ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻസ്പിറേറ്ററി ഫ്ലോ റേറ്റ്, അതായത് നമ്മൾ ആ ഒരു വലിച്ചെടുക്കുന്നതിന്റെ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ അകത്തോട്ട് വിടുന്നതിന്റെ ഫ്ലോ റേറ്റ് എത്രമാത്രം ഡ്രഗ് ഡെപ്പോസിഷനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹയർ ഫ്ലോ റേറ്റ് ഡിക്രീസസ് ദ ഫൈൻ പാർട്ടിക്കിൾ ഫ്രാക്ഷൻ, ലോവർ ഫ്ലോ റേറ്റ് ഇംപ്രൂവ് ദ ലങ് ഡെപ്പോസിഷൻ, ഫ്ലോ റേറ്റ് ഹാസ് നോ ഇമ്പാക്ട്, ഹയർ ഫ്ലോ റേറ്റ് എൻഹാൻസ് ദി ലങ് ഡെപ്പോസിഷൻ. അപ്പൊ ഓപ്ഷൻ 4 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നമ്മളൊരു ഹൈ ഫ്ലോ റേറ്റിലേക്ക് നമ്മൾ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഡീപ്പിലേക്ക് നമ്മുടെ ലങ്സിന്റെ ആൽവിയോളയിൽ എന്ത് ചെയ്യുന്നു, അത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ലങ്ങിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഹയർ ഫ്ലോ റേറ്റ് ഡിക്രീസ് ഫൈൻ പാർട്ടിക്കിൾ ഫ്രാക്ഷൻ അല്ലെ. അത് തെറ്റായിട്ട് ആൻസർ ആണ്. കാരണം ഹൈ ഫ്ലോ റേറ്റ് ആവുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ ആ ഒരു പാർട്ടിക്കിൾ സൈസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
ദെൻ ലോ ഫ്ലോ റേറ്റ് ഇംപ്രൂവ് ലങ് ഡെപ്പോസിഷൻ, അതും തെറ്റാണ്. കാരണം ഫ്ലോ റേറ്റ് കൂട്ടുന്നതിനനുസരിച്ചാണ് അത് അത്രമാത്രം ആഴത്തിൽ ലങ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫ്ലോ റേറ്റ് ഹാസ് നോ ഇമ്പാക്ട്, അതും തെറ്റാണ് അല്ലെ. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹയർ ഫ്ലോ റേറ്റ് എൻഹാൻസസ് ദ ഡീപ് ലങ് ഡെപ്പോസിഷൻ. Then moving to the next question. What is the optical device used to draw images from a microscope called? നമ്മൾ സ്റ്റൊമാറ്റൽ നമ്പർ ഒക്കെ കണ്ടുപിടിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫാർമക്കോഗ്നോസിയിലൊക്കെ ലാബിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ഒപ്റ്റിക്കൽ ഡിവൈസ്. ഏത് ഒപ്റ്റിക്കൽ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ നിന്ന് നമ്മളൊരു ഇമേജ് ഡ്രോ ചെയ്യുന്നത്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ക്യാമറ ലൂസിഡ, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, സ്റ്റേജ് മൈക്രോമീറ്റർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ക്യാമറ ലൂസിഡ ആണ് ആൻസർ വരുന്നത് അല്ലെ. എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ടു ക്രിയേറ്റ് ഇമേജസ്. ബീം ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. The next question. What is the main purpose of consuming functional foods? നമ്മൾ functional foods കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ functional foods കൺസ്യൂം ചെയ്യുന്നത്? To replace regular medicines, to support specific body functions and prevent diseases, to gain weight quickly, to enhance flavor in meals. എന്താണ് കറക്റ്റ് ആൻസർ? നമ്മുടെ ബോഡി ഫങ്ഷൻസിന് സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഫങ്ഷണൽ ഫുഡ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റെഗുലർ മെഡിസിൻസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ അങ്ങനെ മൊത്തത്തിൽ പറ്റില്ല അല്ലെ. അതുപോലെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്ന സാധനങ്ങളാണോ ഫങ്ഷണൽ ഫുഡ്? അല്ല. പിന്നെ മീൽസിൽ ഫ്ലേവർ കൊടുക്കാനും അല്ല നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ പല പല ഡിസീസസിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ബയോ ആക്റ്റീവ് കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ബയോ ആക്റ്റീവ് കമ്പോണന്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ബയോ ആക്റ്റീവ് കമ്പോണന്റിനും എക്സാമ്പിൾസും അതിന്റെ ഫങ്ഷൻസും നോക്കാം. ലൈക്കോപീൻസ് DNA മ്യൂട്ടേഷൻ പ്രിവെന്റ് ചെയ്യുന്നു, ലിപ്പിഡ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ട്യൂമർ ഗ്രോത്ത്, നമ്മുടെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂമർ ഗ്രോത്ത് ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ലൈക്കോപീൻസ്. ഇനി നിയോക്സാന്തിൻസ് നോക്കിയാൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ആണ് നിയോക്സാന്തിനും കരോട്ടിനോയിഡ്സും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സിനും ഒക്കെ വരുന്നത്. ഇനി എസ്മീഥൈൽ സിസ്റ്റീൻ സൾഫോക്സൈഡ്സ് ആണെങ്കിൽ DNA സ്റ്റാൻഡ് ബ്രേക്കേജ് പ്രിവെന്റ് ചെയ്യുന്നു, കാർസിനോജൻ ആക്ടിവേഷൻ ബൈ സൈറ്റോക്രോം P450 ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി എലാജിക് ആസിഡ്സ് ആണെങ്കിൽ വിച്ച് ഹാസ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അലോങ് വിത്ത് പോട്ടന്റ് ആന്റി ഓക്സിഡന്റ്. Next question. What does GACP stands for in the context of pharmaceutical and herbal product development? നമ്മുടെ HDT അല്ലെങ്കിൽ ഹെർബൽ ഡ്രഗ് ടെക്നോളജിയിൽ എന്താണ് GACP സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെ? ഗുഡ് അഗ്രികൾച്ചറൽ ആൻഡ് കളക്ഷൻ പ്രാക്ടീസ് ആണ് GACP എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു GACPയിൽ പറയുന്ന പ്രകാരം വേണം നമ്മൾ ഓരോ ഹെർബ്സും കൾട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കളക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാനും. അപ്പൊ അതാണ് GACP. അപ്പം ആ ഒരു സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു GACP പ്രകാരം തന്നെ ഓരോ ഹെർബ്സിനെയും കൾട്ടിവേറ്റ് ചെയ്യുന്നതും ആ ഒരു എക്സ്ട്രാക്ഷൻ കളക്ട് ചെയ്യുന്നതും. Next question. Interferon alpha produced through the rDNA technology is primarily used to treat. നമ്മൾ interferon alpha അതെന്ന് പറഞ്ഞാൽ rDNA ടെക്നോളജി വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി, ആസ്മ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ തന്നെ രണ്ട് വൈറൽ ഡിസോർഡേഴ്സ് പറയുന്നുണ്ടായിരുന്നു. രണ്ട് വൈറൽ ഡിസോർഡേഴ്സും അതിന്റെ ഡ്രഗുമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇതാണ്, ഇന്റർഫെറോൺ ആൽഫ യൂസ് ചെയ്യുന്നത് ഏത് ഡിസോർഡർ ആണ്? ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിക്കാണ് നമ്മൾ ഇന്റർഫെറോൺ ആൽഫ യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ഏട്രിയൽ നട്രിയൂററ്റിക് പെപ്റ്റൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയബറ്റിസ് മെലിറ്റസിനാണെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ. ഇതെല്ലാം rDNA വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ഇന്റർഫെറോൺസ് നമുക്ക് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിക്കും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്കും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് പറ്റും. Next question. Serotonin syndrome is most likely caused by combining selective serotonin reuptake inhibitors with. നമുക്ക് എന്താണ് സെറട്ടോണിൻ സിൻഡ്രോം എന്ന് ആദ്യം പറയാം.
ബ്ലഡിൽ അല്ലെങ്കിൽ ബോഡിയിൽ സെറട്ടോണിൻ ലെവൽ കൂടുന്നതിനെയാണ് നമ്മൾ സെറട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഡ്രഗാണ് SSRI അതായത് സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സുമായിട്ട് എലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെറട്ടോണിൻ സിൻഡ്രോം അവിടെ ഫോം ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ SSRIസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള SSRIസിനെ റീഅപ്ടേക്ക് ചെയ്യാനായിട്ട് റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ്? സെറട്ടോണിൻ ലെവൽ കൂടുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സെറട്ടോണിൻ സിൻഡ്രോം ഉണ്ടാവുന്നത്. മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിന്റെ പ്രത്യേകത ഇവ സെറട്ടോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. മെറ്റബോളിസം നടത്താനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ രണ്ട് രീതിയിലും സെറട്ടോണിൻ നമ്മുടെ ബോഡിയിൽ ക്രമാതീതമായി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് സെറട്ടോണിൻ സിൻഡ്രോം. ഓക്കെ. Then next question, which agencies oversees pharmacovigilance in India? നമ്മുടെ ഇന്ത്യയിൽ ഫാർമക്കോ വിജിലൻസ് നോക്കുന്ന ഏജൻസി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫാർമക്കോ വിജിലൻസ്? നമ്മുടെ ADR അല്ലെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡിറ്റക്ട് ചെയ്യുകയും അസസ് ചെയ്യുകയും പ്രിവെന്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഫാർമക്കോ വിജിലൻസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫാർമക്കോ വിജിലൻസ് ഓവർസീസ് ചെയ്യുന്നത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള സിഡിസ്കോ ആണ്. ഓക്കെ, സിഡിസ്കോ ആണ് അത് നടത്തുന്നത്. ഇനി സിഡിസ്കോയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽസും അതുപോലെ മെഡിക്കൽ ഡിവൈസും റെഗുലേറ്റ് ചെയ്യുക, പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് കണ്ടക്ട് ചെയ്യുക, പിന്നെ എന്തെങ്കിലും PVPയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് സിഡിസ്കോയുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി സിഡിസ്കോയുടെ ഹെഡ് ആരാന്ന് അറിഞ്ഞിരിക്കുക. ദ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സിഡിസ്കോയുടെയും അതുപോലെ തന്നെ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ PVPയുടെയും ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് PVPA എന്നും കൂടെ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഡ്രഗ്സ് സേഫ്റ്റി പോസ്റ്റ് മാർക്കറ്റിങ്ങിനെ മോണിറ്റർ ചെയ്യുന്ന ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ആണ് PVPI. ഓക്കെ, ഇന്ത്യയിലെ തന്നെ എല്ലാ ഡ്രഗ് സേഫ്റ്റി പോസ്റ്റ് മാർക്കറ്റിങ്ങും മോണിറ്റർ ചെയ്യുന്ന ഏജൻസിയാണ്. Next question, which structure prevent the backflow of the stomach acid into the esophagus? ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ HAP ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RRB സ്പെഷ്യൽ ആയിട്ട് നമ്മൾ HAP ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. Which structure prevent the backflow of stomach acid into the esophagus? നമുക്ക് ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ട്രാക്ക് പറയുമ്പോൾ മൗത്ത്, ഈസോഫാഗസ്, പിന്നെ സ്റ്റൊമക്ക് അങ്ങനെയാണല്ലേ വരിക. അപ്പം സ്റ്റൊമക്ക്, ഈസോഫാഗസ് കഴിഞ്ഞിട്ടാണ് സ്റ്റൊമക്ക് വരിക. അപ്പം ഈ ഒരു സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫാഗസിലേക്കുള്ള ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലിയോസീക്കൽ വാൽവ്, സ്ഫിഞ്ചർ ഓഫ് ഓഡി, ലോവർ ഈസോഫാജിയൽ സ്ഫിഞ്ചർ, പൈലോറിക് സ്ഫിഞ്ചർ. ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെയും ഇടയിലാണ്, അതായത് ഈസോഫാഗസിന്റെ താഴ്ഭാഗമാണ് അല്ലെ വരിക. അപ്പം ലോവർ ഈസോഫാജിയൽ സ്ഫിഞ്ചർ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ് സ്ഫിഞ്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സർക്കുലർ മസിൽസ് അല്ലെ, ഒരു വാൽവ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സർക്കുലർ മസിൽസ് ആണ് സ്ഫിഞ്ചർ. ഇത് നമ്മുടെ സബ്സ്റ്റൻസിന്റെ ബാക്ക് ഫ്ലോയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇലിയോസീക്കൽ വാൽവ്, അതർ ഓപ്ഷൻസും കൂടെ നോക്കിയാൽ ഇലിയോസീക്കൽ വാൽവ് അതായത് സ്മോൾ ഇൻഡസ്റ്റൈന്റെയും ലാർജ് ഇൻഡസ്റ്റൈന്റെയും ജംഗ്ഷനിൽ വരുന്നതാണ് ഇലിയോസീക്കൽ വാൽവ്. നമുക്കറിയാം ഇലിയോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്റ്റൈന്റെ ലാസ്റ്റ് പോർഷനും സീക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഇൻഡസ്റ്റൈന്റെ ഫസ്റ്റ് പോർഷനുമാണ്. പിന്നെ സ്ഫിഞ്ചർ ഓഫ് ഓഡി എന്ന് പറഞ്ഞാൽ which control the flow of bile and pancreatic juice into the duodenum. നമ്മുടെ ഡിയോഡിനത്തിലേക്കുള്ള ബൈലിന്റെയും പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും ഒക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്ഫിഞ്ചർ ഓഫ് ഓഡി. ഇനി പൈലോറിക് സ്ഫിഞ്ചർ എന്താണ്? This sphincter is located in the stomach. ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ നിന്ന് ഇൻഡസ്റ്റൈനിലേക്ക് ഫുഡ് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതാണ് പൈലോറിക് സ്ഫിഞ്ചർ. നമുക്ക് സ്റ്റൊമക്കിന്റെ ഫൈനൽ പോർഷൻ ആണ് അല്ലെ പൈലോറിക് റീജിയൻ. അപ്പൊ അവിടെ വരുന്നതാണ് പൈലോറിക് സ്ഫിഞ്ചർ. The next question, sympathetic stimulation of the bladder causes. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൽ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം
സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക്. എമർജൻസി സിസ്റ്റം വരുമ്പോൾ നമ്മുടെ ബ്ലാഡറിന് എന്താ സംഭവിക്കുക? വിച്ച് ഹോൾഡ് ദ യൂറിൻ, അല്ലെ, യൂറിൻ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. Detrusor contraction and internal sphincter relaxation, increased urine production, external sphincter relaxation, detrusor relaxation and internal sphincter contraction. Detrusor muscles എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൽ കാണപ്പെടുന്ന മസിൽസുകളാണ്, അല്ലെ. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? detrusor മസിൽസ് റിലാക്സ് ചെയ്യും. സോ നമുക്ക് കുറച്ചു നേരം കൂടി യൂറിനെ ബ്ലാഡറിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇന്റേണൽ സ്ഫിൻക്റ്ററിന്റെ കൺട്രാക്ഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ യൂറിനെ ബ്ലാഡറിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. The next question, the purpose of carrying out distillation under reduced pressure is to. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ പ്രഷറിൽ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്രഷറിൽ ഡിസ്റ്റിലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്? സെപ്പറേറ്റ് ഓഫ് അസിയോട്രോപ്സ് ആൻഡ് ലിക്വിഡ്സ് ഓഫ് സിമിലർ വോളറ്റിലിറ്റി, enhance the boiling point of mixtures, enhance the efficacy of the distillation process, avoid thermal degradation of molecules. നമ്മൾ ശരിക്കും പ്രഷർ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഡിസ്റ്റിലേഷൻ നടത്തുന്നത് സബ്സ്റ്റൻസിന്റെ ബോയിലിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനും അതുവഴി മോളിക്യൂൾ ഡീഗ്രഡേഷൻ അവോയ്ഡ് ചെയ്യാനുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏത് വരും? അവോയ്ഡ് തെർമൽ ഡീഗ്രഡേഷൻ ഓഫ് മോളിക്യൂൾസ്. ഇനി ഇത് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? by reducing the boiling point of the substance. ആ ഒരു ബോയിലിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യും? വോളറ്റൈസ് ആവാനായിട്ടൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തോളും. സോ അങ്ങനെ നമുക്ക് തെർമൽ ഡീഗ്രഡേഷൻ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the full form of MFR? നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പറയുന്നതാണ് MFR എന്ന് പറഞ്ഞാൽ. എന്താണ് MFR? മെയിൻ ഫോർമുല രജിസ്റ്റർ, മാസ്റ്റർ ഫോർമുല റെക്കോർഡ്, മാസ്റ്റർ ഫോർമുല രജിസ്റ്റർ, മാനുഫാക്ചറിംഗ് ഫോർമുല റെക്കോർഡ്. അപ്പം ആൻസർ വരുന്നത് മാസ്റ്റർ ഫോർമുല റെക്കോർഡ് ആണ് MFR എന്ന് പറഞ്ഞാൽ. which is a detailed document that outlined all information needed for manufacturing a specific pharmaceutical product. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുമായിട്ട് മാനുഫാക്ചറിംഗുമായിട്ടുള്ള എല്ലാ റിലേറ്റഡ് ഇൻഫർമേഷൻസും എന്തിലുണ്ടായിരിക്കും? ഈ പറയുന്ന MFRൽ ഉണ്ടായിരിക്കും. ദെൻ ഇത് ഒരു കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ബാച്ച് ടു ബാച്ച് വേരിയേഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കീപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്, അതിന്റെ ഇൻഗ്രീഡിയൻസ്, എല്ലാ മാനുഫാക്ചറിങ് സ്റ്റെപ്സും, പിന്നെ പാക്കേജിംഗ് പ്രോസസ്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടാവും? ഈ മാസ്റ്റർ ഫോർമുല റെക്കോർഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. The next question, according to the quality guidelines, Q2 signifies. നമ്മുടെ ICHന്റെ quality guidelines ഉണ്ട്, അല്ലെ, Q guidelines ഒരു 14 numbers ഉണ്ട്. അതിൽ Q2 എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, അനലിറ്റിക്കൽ വാലിഡേഷൻ, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റം, സ്റ്റെബിലിറ്റി. കറക്റ്റ് ആൻസർ വരുന്നത് അനലിറ്റിക്കൽ വാലിഡേഷൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു 14. അതിൽ Q1 എന്ന് പറഞ്ഞാൽ which is related to stability, Q2 analytical validation, Q3 impurities, Q4 related to pharmacopoeia, and Q5 quality of biotechnological product, Q6 specifications, Q7 ആണ് good manufacturing practices വരുന്നത്, Q8 ആണെങ്കിൽ pharmaceutical development, Q9 ആണെങ്കിൽ quality risk management അല്ലെങ്കിൽ QRM, and Q10 ആണെങ്കിൽ pharmaceutical quality systems, Q11 development and manufacturing of drug substance, Q12 life cycle management, Q13 continuous manufacturing of drug substance and drug product, and Q14 analytical procedure development. Q14 Q2 കൂടെ തിരിഞ്ഞു പോകരുത്. Q2 ആണെങ്കിൽ analytical validation ആണ്, Q14 ആണെങ്കിൽ analytical procedure developments ആണ് വരുന്നത്. Okay. Then moving to the next question, which branch of pharmacology studies what the drug does to the body? Simple question ആണ് general pharmacology എന്നുള്ളത്. The drug does to the body, അല്ലെ, ഡ്രഗ് ബോഡിയിൽ കാണിക്കുന്ന എന്താണ്, അതിനെക്കുറിച്ചുള്ള റിലേറ്റഡ് സ്റ്റഡി ഏതാണ് വരുന്നത്? ഫാർമക്കോ ഡൈനാമിക്സ് ആണ് വരുന്നത്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? what the body does to the drug, അതായത് ADME, absorption, distribution, metabolism and excretion. ഇനി ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ
സ്റ്റഡി ഓഫ് തെറാപ്യൂട്ടിക് യൂസ് ആൻഡ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ്. ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞാല്, ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് എഫക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫാർമക്കോ വിജിലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഈസ് ഓൾസോ ടേംഡ് ആസ്. ഫീഡ്ബാക്ക് ഇൻഹിബിഷന്റെ മറ്റൊരു പേര് ഇനിഷ്യൽ പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ, ലേറ്റന്റ് എൻസൈം ആക്ടിവേഷൻ, എൻഡ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ, കമ്പാർട്ട്മെന്റേഷൻ. എന്താണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷന്റെ മറ്റൊരു പേര് വരുന്നത്? ആൻസർ വരുന്നത് എൻഡ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് നമ്മൾ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കാന്ന് വെച്ചോ, റിയാക്ഷൻസ് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആവുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് തന്നെ ആ ഒരു റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മുടെ ആ ഒരു റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ എന്നൊക്കെ പറയുന്നത്. മെയിൻ ആയിട്ട് എൻസൈം കാറ്റലിസിസ് റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പോയി നമ്മുടെ എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. The next question, final electron acceptor in the electron transport chain is. നമുക്ക് ETC അല്ലെ, ETC അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇൻ ദ മൈറ്റോകോൺട്രിയ എന്താണ്? ATP പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പം ഇതിലെ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ATP സിന്തേസ്, സൈറ്റോക്രോം C, കോഎൻസൈം Q, ഓക്സിജൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്സിജൻ ആണ് കേട്ടോ. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓക്സിജൻ ആണ്. നമുക്ക് ETC എന്താണെന്ന് അറിയാം, ഒരു പർട്ടിക്കുലർ ഒരു ഇലക്ട്രോൺ ഡൊണേറ്ററിൽ നിന്ന്, അതായത് NADH2, FADH പോലുള്ളവയിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടത്തി ഫൈനൽ ഓക്സിജൻ പോലുള്ള ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ ATP ഇതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോട്ടോൺ ഗ്രേഡിയന്റ് യൂസ് ചെയ്തുകൊണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫൈനൽ അക്സെപ്റ്റർ എപ്പോഴും ഓക്സിജൻ ആയിരിക്കും. പിന്നെ സൈറ്റോക്രോം സിയും കോഎൻസൈം Q ഒക്കെ എന്താണ്? ഇടയിൽ വരുന്ന ക്യാരിയേഴ്സ് ആണ്. പിന്നെ ATP സിന്തേസ് ഇവിടെ വരുന്നൊരു ക്രൂഷ്യൽ എൻസൈം ആണ്. നമ്മുടെ ADPയിൽ നിന്നും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്നും ATP സിന്തസൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ATP സിന്തേസ് എന്ന് പറയുമ്പോൾ. Next question, ethylene oxide gas sterilization requires. Ethylene oxide gas sterilization ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. No aeration period, direct sunlight exposure, immediate use post sterilization, high humidity and sealed chambers. ഇവിടെ നമുക്ക് എഥിലീൻ ഓക്സൈഡ് ഗ്യാസിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ സീൽഡ് ചേമ്പേഴ്സും ആണ്. അതായത് നമ്മുടെ എഥിലീൻ ഓക്സൈഡിന് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഹൈ ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ എഥിലീൻ ഓക്സൈഡിനോട് നമ്മളുടെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് ഒരു എക്സ്പോഷർ വേണമെങ്കിൽ സീൽഡ് ചേമ്പേഴ്സിൽ വേണം ഇത് കണ്ടക്ട് ചെയ്യാൻ. അപ്പം രണ്ട് കാര്യങ്ങൾ ഹൈ ഹ്യൂമിഡിറ്റിയും സീൽഡ് ചേമ്പേഴ്സും ആണ് നമ്മുടെ എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് സ്റ്റെറിലൈസേഷന് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what quantitative tool evaluate the success of a new drug launch? നമ്മൾ ഒരു പുതിയ ഡ്രഗ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ സക്സസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാൻഡ് അസോസിയേഷൻ സ്റ്റഡീസ്, ഫോക്കസ് ഗ്രൂപ്പ് ഫീഡ്ബാക്ക്, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ്, സെയിൽസ് ഗ്രോത്ത് പെർസെൻറ്റേജ്. അപ്പൊ നമ്മളൊരു പുതിയ ഡ്രഗ് വന്നാൽ അതിന്റെ സക്സസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂള് അതിന്റെ സെയിൽസ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. നമ്മൾ അതിന്റെ സെയിൽസ് എത്രമാത്രം സെയിൽസ് ഓരോ ഇയറും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ മന്തും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അത് മനസ്സിലാക്കിയാലേ നമുക്ക് ലോഞ്ച് ചെയ്ത പുതിയ ഡ്രഗിന്റെ സക്സസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് നോക്കിക്കേ, ബ്രാൻഡ് അസോസിയേഷൻ സ്റ്റഡീസ്. ബ്രാൻഡ് അസോസിയേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് explore the mental connection consumers make between a brand and related concept. ഒരു പർട്ടിക്കുലർ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസ്യൂമേഴ്സിന്റെ മെന്റൽ കണക്ഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് ഫീഡ്ബാക്ക് ആണെങ്കിൽ
ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിലുള്ള എല്ലാ യൂസേഴ്സിന്റെയും ഫീഡ്ബാക്ക് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി എന്താണ് കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മീഡിയാസിലൊക്കെ ഇടുന്ന റിവ്യൂസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു ഡ്രഗ് ലോഞ്ച് ചെയ്താൽ അതിന്റെ സക്സസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? സെയിൽസ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത്. The next question, what type of reaction occurs when alkanes react with oxygen? Alkanes ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ ആണ് കേട്ടോ. അതായത് ആൽക്കൈനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് ഹീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും ആയിരിക്കും ആ ഒരു എനർജി അവിടെ റിലീസ് ചെയ്യുന്നത്. So it will form a combustion reaction. Next question, which of the following is an example of absorption interactions? നമുക്ക് interactions പഠിക്കുമ്പോൾ pharmacokainetic interactions ഉണ്ട്, pharmacodynamic interactions ഉണ്ട് അല്ലെ. എന്താണ് interaction എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിന്റെ എഫക്റ്റിനെ, അല്ലെങ്കിൽ ഒരു ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആയിക്കോട്ടെ, ഒരു ഡ്രഗിന്റെ എഫക്റ്റിനെ ഓൾട്ടർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷനിൽ വരുന്നതാണ് ഈ പറയുന്ന അബ്സോർപ്ഷൻ ഇന്ററാക്ഷൻ. അതായത് ആ ഡ്രഗിന്റെ ബോഡിയിലുള്ള അബ്സോർപ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മറ്റെന്തെങ്കിലും ഒരു ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആയിക്കോട്ടെ ഇന്ററാക്ട് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആൻഡ് ബാർബിറ്റുറേറ്റ്സ്, ടെട്രാസൈക്ലിൻ ആൻഡ് മിൽക്ക്, ഫോളിക് ആസിഡ് ആൻഡ് ഫെനിറ്റോയിൻ, പിയേസ് ആൻഡ് പ്രൊബനസിഡ്. നമുക്കറിയാവുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് മിൽക്കും ടെട്രാസൈക്ലിനും അല്ലെ. അതായത് മിൽക്കും ടെട്രാസൈക്ലിനും കൂടെ ഒരുമിച്ച് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കിൽ ഉള്ള ചില ഏജൻസുമായിട്ട് ഈ ടെട്രാസൈക്ലിൻ ബൈൻഡ് ചെയ്യുകയും അങ്ങനെ ഇത് ബ്ലഡിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് താമസിക്കുകയും ചെയ്യും. സോ ആ ടെട്രാസൈക്ലിനെ മുഴുവനായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടില്ല. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ ആൻഡ് മിൽക്ക്. Next question, which channel strategy maximize the profitability for high margin specialty drugs? അതായത് നമ്മുടെ ഹൈ മാർജിൻ സ്പെഷ്യാലിറ്റി ഡ്രഗ്സിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ചാനൽ സ്ട്രാറ്റജി ആണ് യൂസ് ചെയ്യുന്നത്? ആദ്യം എന്താണ് ഹൈ മാർജിൻ സ്പെഷ്യാലിറ്റി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് high value or specialized pharmaceuticals are the prescription drugs that often generate significant profit for the pharmaceutical companies due to factors like high development cost, patent protection, targeted treatment of specific often rare conditions. അതായത് ആ ഒരു പർട്ടിക്കുലർ ഡ്രഗിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഒരു ഹൈ കോസ്റ്റ് ഉണ്ടായതാണ് അല്ലെങ്കിൽ ഒരു പേറ്റന്റ് ഡ്രഗ് ആണ്. അങ്ങനെയുള്ള ഡ്രഗുകൾക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവർക്ക് എന്ത് വേണം? നല്ലൊരു പ്രോഫിറ്റ് അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ള ഡ്രഗിനെയാണ് നമ്മൾ ഹൈ മാർജിൻ സ്പെഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവയെ മാർക്കറ്റ് ചെയ്യാൻ നേരം ഏത് ചാനൽ സ്ട്രാറ്റജി ആണ് യൂസ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഡയറക്റ്റ് ഹോസ്പിറ്റൽ സെയിൽസ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനോ ആണ് എന്ത് ചെയ്യേണ്ടത്? മാർക്കറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോഫിറ്റ് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. നോർമലി റീറ്റെയിൽ ഫാർമസീസിലൂടെ ഇതിന്റെ സെയിൽ നടത്തിയാൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഹൈ മാർജിൻ ഡ്രഗ്സുകളുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹൈ മാർജിൻ സ്പെഷ്യാലിറ്റി ഡ്രഗ്സുകൾക്ക് ആ ഒരു മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡയറക്റ്റ് ഹോസ്പിറ്റൽ സെയിൽസ് ആണ്. Next question, identify which of the following is not a liquid dosage form. ഇതിൽ ലിക്വിഡ് ഡോസേജ് ഫോം അല്ലാത്ത ഒരു ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്സൽ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ്, ടാബ്ലറ്റ്, ഇനിമാസ്. ഏതായിരിക്കും വരുന്നത്? ലിക്വിഡ് ഡോസേജ് ഫോം അല്ലാത്തത് ടാബ്ലറ്റ് ആണ് അല്ലേ വരുന്നത്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഡോസേജ് ഫോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറഞ്ച് പീൽ എഫക്ട് ക്യാൻ ബി മിറ്റിഗേറ്റഡ് ബൈ. എന്താണ് ഓറഞ്ച് പീൽ എഫക്ട് എന്ന് പറഞ്ഞാൽ? ഓറഞ്ച് പീൽ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടിങ് ചെയ്യുന്ന ടാബ്ലറ്റ്സ്, കളേർഡ് ടാബ്ലറ്റ്സിലാണെങ്കിൽ ഒരു ഓറഞ്ചിന്റെ തൊലി പോലെ തോന്നുന്ന ആ ഒരു അപ്പിയറൻസ് വരുന്നതിനാണ്. അതായത് ആ ഒരു കോട്ടിംഗ് സൊല്യൂഷൻ
ഇറഗുലർ ആയിട്ട് അതിന്റെ സർഫസിൽ ഇതാക്കുന്നതിനെയാണ് നമ്മൾ ഓറഞ്ച് പീൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓറഞ്ച് പീൽ എഫക്റ്റ് നമുക്ക് മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? യൂസിങ് എ ഫൈനർ സ്പ്രേ നോസിൽ, slowing down the coating pan speed, decreasing spray distance, adding more tack to the coating formula. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫൈനർ സ്പ്രേ നോസിൽസ് യൂസ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഓറഞ്ച് പീൽ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ബാക്കി ഓപ്ഷൻസ് എന്താണ് പറയുന്നത്? സ്ലോയിങ് ഡൗൺ ദ കോട്ടിംഗ് പാൻ സ്പീഡ്, നമ്മൾ അതുപോലെ ആ ഒരു കോട്ടിങ്ങിന്റെ സ്പീഡ് കുറച്ചാൽ ഒരു പർട്ടിക്കുലർ സർഫസിൽ ഇങ്ങനെ ഓവർ ആയിട്ട് കോട്ടിങ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ല. അതുപോലെ സ്പ്രേ ഡിസ്റ്റൻസ് കുറച്ചാലും നമ്മൾ കോട്ടിംഗ് ടാബ്ലറ്റിന്റെയും ഏത് ടാബ്ലറ്റിലാണോ കോട്ട് ചെയ്യേണ്ടത് അതുപോലെ ആ ഒരു കോട്ടിംഗ് സൊല്യൂഷനെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചാലും ഓവർ കോട്ടിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓറഞ്ച് പീൽ എഫക്റ്റിന് കാരണമാകുന്നു. അപ്പം നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫൈനർ സ്പ്രേ നോസിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓറഞ്ച് പീൽ എഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Next question, the characteristics of the consumer behavior is a process where consumer decides whether. അവിടെ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ വെച്ചിട്ട് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് എന്താണ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? വാട്ട് ടു അഡ്വർടൈസ്, വാട്ട് ടു സെൽ, വാട്ട് ടു ബൈ, വാട്ട് ടു എൻഡോസ്. അവിടെ കൺസ്യൂമറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ആണ് അല്ലെ, മേടിക്കുക എന്നുള്ളതാണ്. സോ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് വാട്ട് ടു ബൈ മാത്രമാണ്. ഓപ്ഷൻ 3 വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് പോയിസണസ് എഫക്ട് ഓഫ് ഡ്രഗ് ഈസ് നോൺ ആസ്. നമ്മൾ ഒരു ഡ്രഗിന്റെ പോയിസണസ് എഫക്റ്റിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സ്റ്റഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോക്സിക്കോളജി ആണ് കേട്ടോ, ടോക്സിക്കോളജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ഫ്രീ റാഡിക്കൽ. ഇവിടെ നമ്മൾ ഒരു ഫ്രീ റാഡിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? An unstable molecule with unpaired electrons, a compound that always benefit the body, a molecule that only exists in the vitamins, a stable molecule with paired electrons. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ളതാണോ? അല്ല അല്ലെ, ആവശ്യമില്ലാത്തതാണ്. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിലെ സെൽസിനെ ഓക്സിഡൈസ് ചെയ്യുകയും അതുവഴി നമുക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസിന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസർ, പിന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആയിട്ടുള്ള അൽഷിമേഴ്സ് ഒക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഫ്രീ റാഡിക്കൽ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിഡേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ് കാണപ്പെടുന്നത്? ഇത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലെ. സോ ഇതില് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് കാണാൻ ചാൻസ് ഉള്ളത്. അപ്പൊ വിച്ച് ഈസ് ആൻ അൺസ്റ്റേബിൾ മോളിക്യൂൾ വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാസോസിൻ ഈസ് എ. പ്രാസോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ 1 സെലക്റ്റീവ് ബ്ലോക്കർ, ബീറ്റ 2 അഗോണിസ്റ്റ്, നോൺ സെലക്റ്റീവ് ആൽഫ ബ്ലോക്കർ, ബീറ്റ 1 സെലക്റ്റീവ് ബ്ലോക്കർ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? പ്രാസോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ 1 സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ആണ്. നമുക്ക് ആൽഫ ബ്ലോക്കേഴ്സ്, അഡ്രിനർജിക് ബ്ലോക്കേഴ്സിൽ ആൽഫ ബ്ലോക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആൽഫ 1 ബ്ലോക്കേഴ്സ് ആണ് പ്രാസോസിൻ, ടെറാസോസിൻ, ഡോക്സോസിൻ, ടാമസോളിൻ, സിലോഡോസിൻ ആൻഡ് എൽഫൂസോസിൻ. ദെൻ ആൽഫ 2 ബ്ലോക്കേഴ്സ് ആണ് യോഹിംബിൻ. ഇനി നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ആൽഫ ബ്ലോക്കർ ആണ് ഫിനോക്സി ബെൻസീനും ഫെൻടോളമീൻസും. Okay. The next question, hydrogen peroxide vapor sterilization differs from ethylene oxide in that. നമ്മുടെ എഥിലിൻ ഓക്സൈഡും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പേഴ്സും നമുക്ക് സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യാറുണ്ട്. അവ തമ്മിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിക്വസ്റ്റ് ഹൈ ടെമ്പറേച്ചർ. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, കാരണം രണ്ടിനും എന്ത് മതി? വളരെ ലോ ടെമ്പറേച്ചേഴ്സ് മാത്രം മതി. ലീവ്സ് നോ ടോക്സിക് റെസിഡ്യൂസ്. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. കാരണം നമ്മുടെ എഥിലിൻ ഓക്സൈഡ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് അവർ ടോക്സിക് റെസിഡ്യൂസ് ലീവ് ചെയ്യുകയും അതുവഴി നമുക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പർ ആണെങ്കിൽ ഇതുപോലുള്ള ടോക്സിക് റെസിഡ്യൂസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ലീവ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ 2 വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം ഡിഫേഴ്സ് ഫ്രം കോമ്പറ്റേറ്റീവ് ആന്റഗോണിസം. നമുക്ക് നോൺ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസവും കോമ്പറ്റേറ്റീവ് ആന്റഗോണിസവും എന്താണെന്ന് അറിയാം അല്ലെ. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡോസ് ഡിപ്പെൻഡന്റ് റിവേഴ്സൽ, ആക്ടിംഗ് ഓൺ ദ സെയിം റിസപ്റ്റർ സൈറ്റ്,
റിവേഴ്സിബിൾ റിസപ്റ്റർ ബൈൻഡിങ്, reduced maximal response even at high agonist doses. അപ്പം നോൺ കോമ്പറ്റേറ്റീവ് അണ്ടർഗോണിസം എങ്ങനെയാണ് കോമ്പറ്റേറ്റീവിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്? ഡോസ് ഡിപ്പെൻഡന്റ്, റിവേഴ്സൽ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ. അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, രണ്ടിലും റിവേഴ്സിബിളും ഉണ്ട് ഇറിവേഴ്സിബിളും ഉണ്ട്. പിന്നെ ആക്ടിങ് ഓൺ ദ സെയിം റിസപ്റ്റർ സൈറ്റ്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാക്സിമൽ റെസ്പോൺസ് ഈവൻ അറ്റ് ഹൈ അഗോണിസ്റ്റ് ഡോസ്. അതായത് നമ്മുടെ റിസപ്റ്റർ ഇതാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിൽ വരുന്നത് സെയിം സൈറ്റിലായിരിക്കും നമ്മുടെ ഇൻഹിബിറ്ററും അതായത് അന്റഗോണിസ്റ്റും സബ്സ്ട്രേറ്റും ആക്ട് ചെയ്യുന്നത്. പക്ഷെ നോൺ കോമ്പറ്റേറ്റീവിലാണെങ്കിൽ അനദർ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നോൺ കോമ്പറ്റേറ്റീവ് വന്ന് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ എത്രമാത്രം അഗോണിസ്റ്റ് അല്ലെങ്കിൽ എത്രമാത്രം സബ്സ്ട്രേറ്റ് ലെവൽ കൂടി നിന്നാലും ഒരു അന്റഗോണിസ്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും, ആ ഒരു റെസ്പോൺസ് അവയ്ക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആ സെയിം സൈറ്റിന് വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ അന്റഗോണിസ്റ്റും കോമ്പീറ്റ് ചെയ്യും. പക്ഷെ അണ്ടർഗോണിസ്റ്റിന്റെ പ്രത്യേകത, നോൺ കോമ്പറ്റേറ്റീവിന്റെ പ്രത്യേകത എന്താ, അവ വേറെ സൈറ്റിലാണ് പോയി ആക്ട് ചെയ്യുന്നത് അല്ലെ. സോ അഗോണിസ്റ്റിന്റെ ഡോസ് എത്ര ഹൈ ആണെങ്കിൽ കൂടി അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയുടെ റെസ്പോൺസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ 4 വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റി ഹൈപ്പർലിപ്പിഡേമിക് ഡ്രഗ്? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ആന്റി ഹൈപ്പർലിപ്പിഡേമിക് ഡ്രഗ്? ലോവാസ്റ്റാറ്റിൻ, റിവാറോക്സാബാൻ, ടിറോഫിബാൻ, ടിക്രാഗ്ലോളോ. ഏതാണ് ആൻസർ വരുന്നത്? ലോവാസ്റ്റാറ്റിൻസ് ആണ് അല്ലെ. അതായത് സ്റ്റാറ്റിൻ കാറ്റഗറി HMG കോയർ റിഡക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ലോവാസ്റ്റാറ്റിനും അറ്റോവാസ്റ്റാറ്റിൻസും ഒക്കെ. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇനി റിവാറോക്സാബാനും ഒരു ഓറൽ ആന്റികോയാഗുലന്റ് ആണ്. അതുപോലെ ടൈറോഫിബാനും ടിക്കാഗ്രലോറും എന്താണ്, ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിക്കേഷൻസ് ആണ് വരുന്നത്. Next question, which of the following is incorrect statement in relation to adverse drug reactions? ADR ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു incorrect statement ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Type B reactions occurs due to pharmacologically non-reaction of the drug. Type A reaction is patient-dependent reaction. Type A reaction also termed as predictable reaction. Type B is a non and dose-related reactions. ഇതിൽ എന്താണ് കറക്റ്റ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കാരണം ടൈപ്പ് ബി എന്ന് പറഞ്ഞാല് ടൈപ്പ് ബി വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ബിസാര റിയാക്ഷൻസ്. അതായത് ഇതിന്റെ റെസ്പോൺസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ഡ്രഗിന്റെ ഫാർമക്കോളജിക്കൽ റിലേറ്റഡ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞാല് ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെൻസിലിൻസ് ചില പേഷ്യൻസിൽ എന്തുണ്ടാക്കും, അനാഫിലാക്സിസ് ഉണ്ടാക്കും അല്ലെ. അനാഫിലാക്സിസ് വിത്ത് പെൻസിലിൻസ്. അപ്പം ഇങ്ങനെയുള്ള കേസസ് ആണ് ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു കോസ് അൺനോൺ ആയിരിക്കും, അതുപോലെ തന്നെ ഡോസ് റിലേറ്റഡും ആയിരിക്കില്ല. അപ്പം ടൈപ്പ് ബി ഓപ്ഷൻ 4 ആണ് അവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Next question, what is the advantage of non-oral extravascular routes over other routes? അപ്പം നോൺ ഓറൽ റൂട്ട്സും അല്ലെങ്കിൽ അതർ റൂട്ട്സും, ആ നോൺ ഓറൽ റൂട്ട്സിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഹാൻസ്ഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി, ഫാസ്റ്റർ ഡീഗ്രഡേഷൻ ഓഫ് ദ ഡ്രഗ്, എൻഹാൻസ്ഡ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം, അവോയ്ഡൻസ് ഓഫ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. നമ്മുടെ ഓറൽ ഡ്രഗിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് മെറ്റബോളിസം അല്ലെ. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് നേരെ തന്നെ എവിടേക്ക് പോകുന്നു, ലിവറിലേക്ക് പോകുന്നു. പോർട്ടൽ സിസ്റ്റം വഴി ലിവറിലേക്ക് ചെന്നിട്ട് ബ്ലഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് മെറ്റബോളിസം നടക്കുക. അങ്ങനെ നമുക്ക് വേണ്ടത്ര ആക്ഷൻസ് കിട്ടാതിരിക്കുക, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇത് ഓറൽ ഡ്രഗിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ നോൺ ഓറൽ റൂട്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അപ്പം അവോയ്ഡൻസ് ഓഫ് ദ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. നോൺ ഓറൽ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്കൽ റൂട്ട്, സബ്ലിംഗ്വൽ റൂട്ട് അതുപോലുള്ളതാണ് നോൺ ഓറൽ റൂട്ട്. അപ്പം ഓപ്ഷൻ 4 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. Next question, coronary angioplasty is the treatment done in the case of. നമ്മൾ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആദ്യം കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് അറിയാം അല്ലെ. അതായത് ആർട്ടറീസിൽ ചെറിയ ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് ആർട്ടറീസിനെ ഡയലേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ആ ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഈ രീതിയാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. ഓപ്ഷൻസ് നോക്കിയാൽ
അരിത്മിയ, ആൻജീന പെക്ടോറിസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻസ്, എഡിമ. എവിടെയാണ് നമുക്ക് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ട്രീറ്റ്മെന്റ് യൂസ് ആവുന്നത്? അരിത്മിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ബീറ്റിന്റെ ഇറഗുലാരിറ്റി ആണ്, അവിടെയല്ല വരിക. ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻജൈന അല്ലെ, നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവുക ഡ്യൂ ടു ദ ബ്ലോക്കേജ് ഓഫ് ദ കൊറോണറി ആർട്ടറീസ്. ഇതുപോലുള്ള ബ്ലോക്ക് വന്നിട്ട് കൊറോണറി ആർട്ടറീസ് ബ്ലോക്ക് ആവുകയും അതുവഴി ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിനെയാണ് നമ്മൾ ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. അപ്പം ആൻജൈന പെക്ടോറിസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. ഇനി മയോകാർഡിയൽ ഇൻഫെക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ബ്ലഡ് ഫ്ലോ തന്നെ കട്ടാവുന്ന കണ്ടീഷൻസ് ആണ്. അവിടെ നമുക്ക് ഒരു സ്റ്റെൻഡ് ഒന്നും ഇട്ട് കൊടുത്ത് ആ ഒരു ആർട്ടറി ഡയലേറ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല അല്ലെ. അപ്പൊ മയോകാർഡിയൽ ഇൻഫെക്ഷനിൽ ഇതിന് വലിയ യൂസ് വരുന്നില്ല. ഓപ്ഷൻ 2 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. Next question, which indicator is ideal for titrating acetic acid with sodium hydroxide? Acetic acid എന്ന് പറഞ്ഞാൽ ഒരു weak acid ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പം വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, ഫിനോഫ്തലിൻ, ലിറ്റ്മസ്, മീഥൈൽ റെഡ്, ബ്രോമോഫിനോൾ. ഏതായിരിക്കും ആൻസർ വരിക? വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിൻ ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിനും അതുപോലെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിനും ഫിനോഫ്തലിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. വീക്ക് ആസിഡ് വീക്ക് ബേസിന് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the cell death which is caused by the tissue injury is known as. നമുക്ക് ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സെൽ ഡെത്തിന് പറയുന്ന പേരെന്താണ്? ഫാഗോസൈറ്റോസിസ്, അപ്പോപ്റ്റോസിസ്, പീനോസൈറ്റോസിസ്, നെക്രോസിസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡെത്ത് ആണ് നടക്കുന്നത് അല്ലെ. ഈ അൺകൺട്രോൾഡ് സെൽ ഡെത്തിന് പറയുന്ന പേരാണ് നെക്രോസിസ്. അപ്പോപ്റ്റോസിസും സെൽ ഡെത്ത് തന്നെയാണ്, പക്ഷെ കൺട്രോൾഡ് ആണ് കേട്ടോ. കൺട്രോൾഡ്, ഒരു ടിഷ്യൂ ഇഞ്ചുറി ഒന്നും ഉണ്ടാകുമ്പോഴുള്ളതല്ല അപ്റ്റോസിസ്. സെൽ ഡെത്ത് ആണെങ്കിൽ കൂടി കൺട്രോൾഡ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്തിനെയാണ് നമ്മൾ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ ടിഷ്യൂ ഇഞ്ചുറി, ട്രോമ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള സെൽ ഡെത്തിന് പറയുന്ന പേരാണ് നെക്രോസിസ്. ഇനി എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ? അതായത് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സെൽസ് അതിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയാണ് ഫാഗോസൈറ്റോസിസ്. പീനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിക്വിഡ് ഫോംസിനെ അല്ലെ, ലിക്വിഡ് ഫോമിലുള്ള ഫോറിൻ സബ്സ്റ്റൻസിനെ വെസിക്കിൾസ് ഫോം ചെയ്തുകൊണ്ട് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് പീനോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഫാഗോസൈറ്റോസിസിനെ സെൽ ഈറ്റിംഗ് എന്നും പീനോസൈറ്റോസിസിനെ സെൽ ഡ്രിങ്കിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നെക്രോസിസ് ആണ്, ഓപ്ഷൻ 4. Next question, in an exothermic reaction, enthalpy is. Exothermic reaction ല് enthalpy ഏത് ടൈപ്പ് ആണ് വരുന്നത്? Both negative and positive, only positive, zero, only negative. എന്താണ് enthalpy എന്ന് പറഞ്ഞാൽ? എനർജി ചേഞ്ച് ആണ് അല്ലെ. എക്സോതെർമിക് റിയാക്ഷനിൽ എന്താണ് എനർജി ചേഞ്ച് വരുന്നത്? എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് നമുക്ക് ഇവിടുത്തെ എൻതാൽപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്ന H ആണ് കേട്ടോ. H ഹീറ്റ് ആണ്. സോ നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എടുത്താല് ഡെൽറ്റ H എന്ന് പറഞ്ഞാല് എൻതാൽപ്പി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി റിയാക്റ്റന്റ് ആണല്ലോ. അപ്പം നമ്മുടെ ഹീറ്റ് പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ HP എന്തായിരിക്കും? കുറവായിരിക്കും. HR ആയിരിക്കും കൂടുതൽ, അതായത് റിയാക്റ്റന്റിന്റെ എനർജി ആയിരിക്കും കൂടുതൽ. റിയാക്റ്റന്റ് എനർജി പുറത്തേക്ക് കളഞ്ഞാണ് പ്രോഡക്റ്റ് ഫോം ചെയ്തത്. സോ എന്തായിരിക്കും? ഒരു സ്മോൾ നമ്പറിൽ നിന്ന് ഒരു ലാർജ് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് ആണ് കിട്ടുക അല്ലെ. അപ്പം ഡെൽറ്റ H അല്ലെങ്കിൽ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷനിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓപ്ഷൻ 4 വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളിയം കപ്പാസിറ്റി ഓഫ് എ സൈസ് 1 hat capsule ഈസ് അപ്രോക്സിമേറ്റ്ലി. നമ്മൾ തേർഡ് ഷിഫ്റ്റിൽ, അതായത് RRB ഫാർമസിസ്റ്റിന്റെ തന്നെ തേർഡ് ഷിഫ്റ്റില് ക്യാപ്സ്യൂൾ സൈസിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്യാപ്സ്യൂൾ കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്.
സൈസ് 1 ക്യാപ്സ്യൂളിന്റെ കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ml, 0.7 ml, 0.5 ml, 1.5 ml. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 0.5 ml ആണ് വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സൈസുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ 000 ആണ്. അതിൻ്റെത് 1.37 ആണ്. 00 വരുമ്പോൾ 0.90 ആവും, കുറച്ചുകൂടെ കുറയും. ദെൻ 00 വരുമ്പോഴത്തേക്കിന് 1 ആവും. ദെൻ 0 വരുന്ന സമയത്ത് 0.68 ആണ്. 1-ന് 0.48 ആണ്. അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 0.5 ml എന്ന് കൊടുക്കാം. ആൻഡ് 2-ന് 0.36, 3-ക്ക് 0.27 ആൻഡ് 4-ന് 0.20 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കപ്പാസിറ്റി സൈസ് പറയുന്നത്. Next question, which of the following is based on highly specific biological interaction between two molecules? താഴെ പറയുന്നതിൽ ഒരു രണ്ട് മോളിക്യൂൾസിന്റെ ബയോളജിക്കൽ ഇന്ററാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ നടത്തുന്ന ഒരു റിയാക്ഷൻ ഏതാണ്? HPLC, ജെൽ ഇലക്ട്രോഫോറസിസ്, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഇതിൽ ഏതിലാണ് രണ്ട് ബയോളജിക്കൽ അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസിന്റെ തമ്മിലുള്ള ബയോളജിക്കൽ ഇന്ററാക്ഷൻസിന്റെ ബേസിസിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്? ആൻസർ വരുന്നത് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി ആണ് അല്ലെ. എന്താണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ? വിച്ച് ഈസ് എ പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് മോളിക്യൂളിന്റെയും അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള ഒരു ലിഗാൻഡിന്റെയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ പ്യൂരിഫിക്കേഷൻസ് നടക്കുന്നത്. അപ്പൊ ആ ഒരു അഫിനിറ്റി ബേസിസിലാണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫിയിൽ കണ്ടക്ഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ബയോ ഈക്വലൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റഡ്? നമുക്ക് ബയോ ഈക്വലൻസ് എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാപ്ലാൻ-മിയർ അനാലിസിസ്, പിയേഴ്സൺ കോറിലേഷൻ, ചി സ്ക്വയർ ടെസ്റ്റ്, അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ. നമ്മൾ ബയോ ഈക്വലൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്, അനോവയും അതുകൂടാതെ ടി ടെസ്റ്റും. ഓക്കെ, ടി ടെസ്റ്റും. അപ്പോൾ ഓപ്ഷൻ 4 വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫൈബ്രസ് ജോയിന്റ്? താഴെ പറയുന്നതിൽ ഫൈബ്രസ് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ഏതാണ്? ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മൂവബിൾ ജോയിന്റ് ആണ് അല്ലെ. ഫൈബ്രസ് ജോയിന്റ്, ഇമ്മൂവബിൾ ജോയിന്റ്. അതിന് എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിൻഡെസ്മോസിസ്, സിംഫൈസിസ്, ലേബ്രം, സിൻകോൺഡ്രോസിസ്. ആൻസർ വരുന്നത് സിൻഡെസ്മോസിസ് ആണ് കേട്ടോ. ഫൈബ്രസ് ജോയിന്റ്സ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അതുകൊണ്ട് തന്നെ ഇതിന് ലിറ്റിൽ അല്ലെങ്കിൽ നോ മൂവ്മെന്റ് ആയിരിക്കും ഇതിന്റെ പ്രത്യേകത. ഇനി ഫൈബേഴ്സിനെ അല്ലെങ്കിൽ ഫൈബർ ജോയിന്റ്സിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്യൂച്ചേഴ്സ്, ഗോംഫോസിസ്, സിൻഡെസ്മോസിസ്. ഈ സ്യൂച്ചേഴ്സ് എവിടെ കാണപ്പെടുന്നതാണ്? നമ്മുടെ സ്കള്ളിൽ കാണപ്പെടുന്നതാണ് അല്ലെ സ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. പിന്നെ ഗോംഫോസിസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഗോംഫോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീത്ത് ഗമ്മിലോട്ട് ചേർക്കുന്ന ജോയിന്റ്സ് ആണ് ഗോംഫോസിസ് വരുന്നത്. സിൻഡെസ്മോസിസ് which where bones are connected by ligaments like join between the tibia and fibula. നമ്മുടെ tibia and fibula കണക്ട് ചെയ്തിരിക്കുന്ന ജോയിന്റ്സ് ഒക്കെ സിൻഡെസ്മോസിസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. The next question, which of the following is used to make a homogeneously dispersed aerosol preparations? ഒരു ഹോമോജിനസ്ലി ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള എയറോസോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എയറോസോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബൈൻഡർ, ഡിറ്റർജൻസ്, ഗ്ലൈഡന്റ്, സർഫാക്ടൻസ്. ഹോമോജിനസ്ലി പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എയറോസോൾസിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഒരു ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് പ്രൊപ്പലൻസിൽ സസ്പെൻഡ് ചെയ്തായിരിക്കും അല്ലെ നിൽക്കുന്നത്. അപ്പൊ ഹോമോജിനസ്ലി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്താ യൂസ് ചെയ്യാൻ പറ്റുക? സർഫാക്ടൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഓപ്ഷൻ 4 വരും കറക്റ്റ് ആൻസർ. ബൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടാബ്ലറ്റ്സിലൊക്കെ ആ ഒരു മോളിക്യൂൾസിനെ ടൈറ്റ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് ബൈൻഡർ യൂസ് ചെയ്യുന്നത്. ഡിറ്റർജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്ലീനിങ് ഫെസിലിറ്റി ആണ് കൊടുക്കുന്നത്. ഗ്ലൈഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പൗഡേഴ്സിന്റെ ഫ്ലോ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യുന്നതാണ് ഗ്ലൈഡന്റ്. അപ്പം ഹോമോജിനസ്ലി ഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരു എയറോസോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സർഫാക്ടന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫ്ലോക്കുലേഷൻ ഇൻ കൊളോയിഡൽ സസ്പെൻഷൻസ് റെഫേഴ്സ് ടു. എന്താണ് കൊളോയിഡൽ സസ്പെൻഷനിലെ ഫ്ലോക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്, റിവേഴ്സിബിൾ അഗ്രിഗേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്, യൂണിഫോം പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇറിവേഴ്സിബിൾ പാർട്ടിക്കിൾ കൊയാലസൻസ്. അപ്പൊ കൊളോയിഡൽ സസ്പെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻസിലെ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അത് തന്നെ എന്തായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഷെയ്ക്ക് ചെയ്താൽ തന്നെ ആ ഒരു അഗ്രിഗേഷൻ റിമൂവ് ആകുന്ന ടൈപ്പിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡെഫിനിഷൻസ് നോക്കിയാൽ ഫ്ലോക്കുലേഷൻ ഈസ് എ പ്രോസസ് വെയർ the fine particles clump together to form larger aggregates and which is called as what? Flokes. And ഈ ഒരു ഫ്ലോക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് റിവേഴ്സിബിൾ ആക്കാനും പറ്റുന്നുണ്ട്. The next question, which of the following components in a functional food helps improve digestive health? നമ്മുടെ ഫങ്ഷണൽ ഫുഡിലുള്ള ഏതൊരു കമ്പോണന്റ് ആണ് നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, പ്രിസർവേറ്റീവ്സ്, പ്രോബയോട്ടിക്സ്, ആന്റി ഓക്സിഡൻസ്. കറക്റ്റ് ആൻസർ വരുന്നത് പ്രോബയോട്ടിക്സുകളാണ് അല്ലെ. പ്രോബയോട്ടിക്സുകളാണ് നമ്മുടെ ആ ഒരു ഗട്ട് മൈക്രോബിയൽ ബാലൻസ് കൊടുക്കുകയും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഗട്ട് ബാലൻസ് കൊടുക്കും. ഗട്ടിലുള്ള മൈക്രോബിയൽ ഫ്ലോറയാണ് കേട്ടോ. മൈക്രോബിയൽ ഫ്ലോറിനെ ബാലൻസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Next question, the person is eligible for pharmacy registration if she or he. അപ്പോൾ ഫാർമസി രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. Has been engaged in the compounding of drugs in a hospital or dispensary for not less than 3 months. Has been engaged in the compounding of drug in a hospital or dispensary for not less than 6 months. Has been engaged in the dispensing of drugs for not less than 6 months. Has a degree or diploma in pharmacy from an Indian university or a state government. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ എഡ്യൂക്കേഷൻ റെഗുലേഷൻ പ്രകാരം he should have a degree or diploma in pharmacy. നമുക്ക് എന്ത് ചെയ്യാം? ഫാർമസി രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി അല്ലെ. ഇത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻ നിലവിൽ കൊണ്ടുവന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a plasma volume expander? താഴെ പറയുന്നതിൽ ഒരു പ്ലാസ്മ വോളിയം എക്സ്പാൻഡർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വൈറ്റമിൻ കെ, അപിക്സബാൻ, ഹ്യൂമൻ ആൽബുമിൻ, ഹെപ്പാരിൻസ്. ഏത് വരും? കറക്റ്റ് ആൻസർ ഹ്യൂമൻ ആൽബുമിൻസ് ആണ് അല്ലെ പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. They increases the blood volume. എങ്ങനെയാണ് ഇവ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിന്ന് ഫ്ലൂയിഡ് വലിച്ചെടുത്തിട്ട് അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നവയാണ് ഇവ. ഇവയ്ക്ക് എക്സാമ്പിൾ ആണ് ആൽബുമിൻ, ഡെക്സ്ട്രാൻ, ജെലാറ്റിൻ, ഹൈഡ്രോക്സി ഈഥൈൽ സ്റ്റാർച്ച്, സലൈൻസ് പോലുള്ളവ. അതർ ഓപ്ഷൻസ് നോക്കിയാൽ നമ്മുടെ വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപിക്സബാൻ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. അതിന്റെ വർക്കിംഗ് ഫാക്ടർ 10A, അതായത് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ 10A ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അനദർ ടൈപ്പ് ഓഫ് ആന്റി കൊയാഗുലന്റ്. ഇതിന്റെ ആക്ടിവിറ്റി വരുന്നത് നമ്മുടെ ആന്റി ത്രോംബിൻ 3 ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് ഹെപ്പാരിന്റെ ആക്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കിഡ്നി സ്റ്റോൺ ഈസ് കമ്പോസ്ഡ് ഓഫ്. നമ്മുടെ കിഡ്നി സ്റ്റോണിൽ വരുന്ന ആ ഒരു സബ്സ്റ്റൻസ് ഏതാണ്? അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്തിന്റെ കമ്പോസിഷൻ ആണ് വരുന്നത്? കാൽഷ്യം ഓക്സലേറ്റ്, സിസ്റ്റിൻ, യൂറിക് ആസിഡ്, സ്ട്രുവൈറ്റ്. കറക്റ്റ് ആൻസർ വരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം ഓക്സലേറ്റ് നമ്മുടെ കിഡ്നി സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്ത് കിഡ്നിയുടെ പല ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു പെയിൻഫുൾ യൂറിനേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ ഇത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റും കൂടെ ബൈൻഡ് ചെയ്തിട്ടാണ് ബ്ലാഡറിലോ കിഡ്നിയിലോ ഒക്കെ ഇത് തങ്ങി നിൽക്കുന്നത്. Next question, under the Pharmacy Act 1948, who constitute the state pharmacy councils? 1948 Pharmacy Act പ്രകാരമുള്ള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? ഇലക്ടഡ് ഫാർമസിസ്റ്റ് ആൻഡ് ഗവൺമെന്റ് നോമിനീസ്, only government officials, members appointed by the central council, representative from some medical colleges. ആരായിരിക്കും വരിക? ഇലക്ടഡ് ഫാർമസിസ്റ്റും ഗവൺമെന്റ് നോമിനീസും ആണല്ലേ വരിക. അതിൽ തന്നെ ഇലക്ടഡ് മെമ്പേഴ്സ് വരുന്നത് ഒരു 6 മെമ്പേഴ്സും പിന്നെ 5 മെമ്പേഴ്സ് വരുന്നുണ്ട്. അത് വിച്ച് ഈസ് നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അതായത് CAMO ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ ഓഫീസറും അതുപോലെ ഗവൺമെന്റ് അനലിസ്റ്റും ഒക്കെയാണ് ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വരുന്നത്.
Next question, in determining the absolute bioavailability, the systemic availability of a drug administered orally is determined by comparing it with. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ തേർഡ് ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റിയിൽ നമ്മുടെ IV ആയിട്ട് കൊടുത്ത ഡ്രഗിനെയും അല്ലെങ്കിൽ ഓർലി കൊടുത്ത ഡ്രഗിനെയും പിന്നെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റിയിലാണെങ്കിൽ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. IV ആണ് കമ്പയർ ചെയ്യുന്നത്. എന്താണ് അബ്സല്യൂട്ടും റിലേറ്റീവും ബയോ അവൈലബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. When the systemic availability of a drug administered orally, നമ്മൾ ഓറലി കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഡ്രഗിന്റെ സിസ്റ്റമിക് അവൈലബിലിറ്റി നമ്മൾ IV അഡ്മിനിസ്ട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് F കൊണ്ടാണ്. ഇനി റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഡ്രഗിന്റെ മറ്റൊരു ഓറൽ സ്റ്റാൻഡേർഡും അതുപോലെ ഒരു ഓറൽ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ബയോ അവൈലബിലിറ്റി കിട്ടുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് FR ആണ്. ഈ റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി ആയിരുന്നു നമുക്ക് തേർഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഡോഫോവർ ഈസ് പ്രൈമർലി യൂസ്ഡ് ടു ട്രീറ്റ്. നമ്മൾ സിഡോഫോവർ ഒരു ആന്റിവൈറൽ ഡ്രഗ് ആണ്. ഇത് ഏതിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ എ, സൈറ്റോമെഗാലോവൈറസ് റെറ്റിനൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് സി, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻസ്. സിഡോഫോവർ നമ്മൾ യൂസ് ചെയ്യുന്നത് CMV സൈറ്റോമെഗാലോവൈറസ് റെറ്റിനൈറ്റിസിലാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് സി നമ്മൾ പറഞ്ഞിരുന്നു ഇന്റർഫെറോൺ ഒരു RDNA ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗ് ആണ്. ഇൻഫ്ലുവൻസ എക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അമെൻറ്റാഡിനും റിമെൻഡാഡിനുമാണ്. അതുപോലെ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻസിന് നമ്മൾ എത്തൈക്ലോവർ ആണ് യൂസ് ചെയ്യുന്നത്. Next question, anticolon esterase is commonly used for. Anticolon esterase നമ്മൾ commonly യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ്, അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസർ, അഗ്രികൾച്ചറൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ് ആയിട്ടാണ് ആന്റികോളിൻ എസ്റ്ററേസ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവ നമ്മുടെ ഇൻസെക്റ്റിൽ കയറി വർക്ക് ചെയ്തിട്ട് അവയുടെ അസറ്റൈൽ കോളിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ അസറ്റൈൽ കോളിൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻസെക്ട് എന്താവുന്നത്? ഡെഡ് ആവുന്നത്. അതിനാണ് നമ്മൾ ആന്റികോളിൻ എസ്റ്ററേസ്. ആന്റികോളിൻ എസ്റ്ററേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ബോഡിയിൽ തന്നെ അസറ്റൈൽ കോളിനെ എന്ത് ചെയ്യുന്നവയാണ്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവയാണ് കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസ് ആണ് ആന്റികോളിൻ എസ്റ്ററേസ്. അപ്പം അവ നമ്മുടെ ഇൻസെക്റ്റിന്റെ ബോഡിയിലെ ആസറ്റൈൽ കോളിന്റെ ലെവല് കൂട്ടുകയും അങ്ങനെ ഇൻസെക്റ്റിനെ കില്ലുകയും ചെയ്യുന്ന രീതിയാണ് വരുന്നത്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ? ഇതിൽ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഏതാണ്? ഡയൂററ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂറസിമൈഡ്, ടോസിമൈഡ്, ടെൽമിസാർട്ടൻ, അസെറ്റസോളമൈഡ്. കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ അസെറ്റസോളമൈഡ് ആണ് അല്ലെ. ഫ്യൂറസിമൈഡും ടോസമൈഡും ഒക്കെ ഹൈ സീലിംഗ് ഡയൂററ്റിക്സുകളാണ് അല്ലെങ്കിൽ ലൂപ്പ് ഡയൂററ്റിക്സുകളാണ്. ദെൻ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ് അസെറ്റസോളമൈഡ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് ഹെർബൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ. നമ്മുടെ ഹെർബൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഫെസിലിറ്റേറ്റ് ചെയ്തത് എന്തിന്റെ എഫേർട്ടാണ്? ICH ഹാർമണൈസേഷൻ എഫേർട്സ്, നാഷണൽ ഫാർമക്കോപ്പിയ, ട്രഡീഷണൽ മെഡിസിൻ രജിസ്ട്രീസ്, മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെന്റ്സ്. ഇവിടെ ഹെർബൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഗ്ലോബൽ അക്സെപ്റ്റൻസ് വരുന്നത് ICH ഹാർമണൈസേഷൻ എഫേർട്സ് ആണ്. പക്ഷെ ഈ ഒരു ICHന്റെ ഡയറക്റ്റ് എഫക്റ്റ് അല്ല അവിടെ വരുന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ICHന് ഹെർബൽ ഡ്രഗ്സിന് അങ്ങനെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ ജനറൽ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, ഓരോ മെഡിസിൻസിനും വേണ്ട ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി, അത് നമ്മുടെ ഹെർബൽ മെഡിസിൻസിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ആ ഒരു ഗ്ലോബൽ അറ്റൻഷൻസ് വന്നത്. അത് അപ്പം ICH ഗൈഡ് ലൈൻസിന്റെ എഫേർട്ടാണ് എന്ത് വന്നത്? ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് ഹെർബൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്. And finally, the last question, orally administered osmotic pump is an example of. നമ്മുടെ orally administer ചെയ്യുന്നത് osmotic pump എന്തിന് എക്സാമ്പിൾ ആണ്? Controlled drug delivery system, prolonged release drug delivery system, immediate release drug delivery system,
ഡിലേയ്ഡ് റിലീസ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇവിടെ ഓസ്മോട്ടിക് പമ്പ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഓസ്മോട്ടിക് പമ്പിന്റെ ഡെഫിനേഷൻ നോക്കിയാൽ വിച്ച് ഈസ് ആൻ അഡ്വാൻസ്ഡ് കൺട്രോൾഡ് റിലീസ് ഓറൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഇൻ ദ ഫോം ഓഫ് എ റിജിഡ് ടാബ്ലറ്റ്സ്. ദെൻ അതിൻ്റെ അകത്ത് ഒരു സെമി പെർമിയബിൾ ഔട്ടർ മെമ്പറൈൻ ആയിരിക്കും, അതുപോലെ തന്നെ സ്മോൾ ലേസർ ഡ്രിൽഡ് ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടാബ്ലറ്റിന്റെ പ്രത്യേകത ഒരു റിജിഡ് ബോഡിയാണ്, അതിൻ്റെ അകത്ത് സ്മോൾ ലേസർ ഡ്രിൽഡ് ഹോൾസ് ഉണ്ടായിരിക്കും, ഒന്നിലധികം. സോ ഈ ടാബ്ലറ്റ്സ് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഓസ്മോസിസ് വഴി ടാബ്ലറ്റിന്റെ ഉള്ളിലേക്ക് പോവുകയും ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ മൂലം നമ്മുടെ ആക്റ്റീവ് ഡ്രഗ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ മെക്കാനിസം വരുന്നത്. ഈ ഒരു ഓറോസ് ട്രേഡ്മാർക്ക് ഈസ് നെയിം ഈസ് ഓൺഡ് ബൈ ദ ആൽസ കോർപ്പറേഷൻസ്. ഇവരാണ് ഫസ്റ്റ് ഈ ഒരു ഓസ്മോട്ടിക് പമ്പ്സ് റിലീവ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതൊരു കൺട്രോൾ ഡെലിവറി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫാർമസി ക്വസ്റ്റ്യൻസ്, 70 ഫാർമസി ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.